നമുക്കിന്ന് നല്ല അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കാം. എല്ലാരും അരി കുതിർത്തിട്ട് അരച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. നമുക്കിന്ന് അരിപ്പൊടിയിൽ ഉണ്ടാക്കാം. ഈ പത്തിരി പൊടി, നൂൽപുട്ടിന്റെ പൊടിയൊക്കെ അല്ലേ, അത് രണ്ടും ഒരു പൊടി തന്നെയാണ്. ആ പൊടിയിൽ നമുക്കിന്ന് ഉണ്ടാക്കി വെക്കാം. അത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്നും എങ്ങനെ ഉണ്ടായി എന്നും നമുക്ക് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. മക്കളെ, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ, അങ്ങനത്തെ നല്ല നൈസ് അരിപ്പൊടിയാണ് ഇത് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. ഈ അരിപ്പൊടിയിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അളന്നിട്ടങ്ങട്ട് എടുക്കാം. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി തരിയൊന്നുമില്ലാതെ കലക്കാദ്യം. ഇതിപ്പോൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വിടാതെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് വേണം കപ്പി കാച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി ചൂടാറാൻ വെക്കാം. ഇതിന് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇനി ഒരു ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇല്ലെങ്കിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങ പാൽ ഒഴിച്ചാലും മതിയാവും. ഇനി ഈ തേങ്ങയിൽ ഒരു ചെറിയ 1 ഇല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെളുത്തുള്ളി ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് നൈസായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, തേങ്ങ നന്നായിട്ട് നൈസായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കപ്പി കാച്ചി വെച്ചത് ചൂടാറിയിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 1.25 കപ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതിലെ മീഡിയം ലെവലിൽ മധുരത്തിന് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇടുമ്പോൾ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കടുകുമണി പോലത്തെ ഈസ്റ്റാണ് കിട്ടുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് അതിൻ്റെ കൂടെ ഈ ഈസ്റ്റും ഇട്ട് പതപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മാവും തേങ്ങയും ഇതൊക്കെ പാടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി നന്നായിട്ട് മഷി പോലെ അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വല്ലാതെ വെള്ളം കൂടരുത്, ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴയ്ക്കാൻ കേട്ടോ. മക്കളെ, നമ്മുടെ മാവ് കലക്കിയതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി എടുത്തിട്ട് മിക്സാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. മക്കളെ, ഇപ്പം നമ്മൾ മാവ് വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം ഇതാ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ദാ നമ്മളിത് വെക്കുമ്പോൾ നല്ല കട്ടിയിലിരുന്ന് ഇപ്പം പുളിച്ച് പൊന്തിയപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് വേണം ഇത് വെക്കാൻ കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ നമുക്ക് ലേശം നെയ്യ് പുരട്ടി കൊടുക്കാം. പാത്രത്തിൽ എല്ലായിടത്തും പുരട്ടി കൊടുക്കാം, സൈഡിലും പാത്രത്തിന്റെ ഉള്ളിൽ എല്ലായിടത്തും. കണ്ടില്ലേ? ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് ആവി പറന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ പാത്രം വെച്ച് ഒന്ന് ചൂടാക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. ഈ പാത്രം ഒന്ന് ചൂടായാൽ നമുക്ക് ഈ മാവ് ഇതിലേക്ക് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കട്ടി കുറഞ്ഞ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേവ് വേഗം വേവും.
കട്ടി കൂടിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേവാൻ കുറച്ച് താമസം പിടിക്കും, നമ്മൾ കാത്തിരിക്കേണ്ടി വരും കേട്ടോ. ഇതിനി മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ വട്ടയപ്പം വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. അയ്യ, നല്ല പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് വെന്തിക്കണമെന്നൊന്ന് കുത്തി നോക്കാം. നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇനി നമുക്കിത് എടുക്കാം. കൈ കൊണ്ട് എടുക്കാൻ ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. പോലും ഇത് ഇനി ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടോ. അപ്പൊ മക്കളെ, നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് ചൂടാറിയിട്ട് വേണം എടുക്കാന്. എടുക്കുമ്പോ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക പാത്രത്തിന്റെ സൈഡൊക്കെ. ചൂടാറുന്നതിന്റെ മുന്നേ എടുത്താ പൊട്ടിപ്പോവും കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുത്താലോ? കണ്ടില്ലേ? അടിപൊളിയായിട്ട് നമ്മുടെ വെട്ടയപ്പം വന്നിട്ടുണ്ട്. കണ്ടില്ലേ? പാത്രത്തിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല പോൺസ് പോലെ. മക്കളെ, അപ്പൊ ഇത് ചിക്കൻ കറിയിലും ബീഫിലൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.